ഇന്നത്തെ ധ്യാന വിഷയം ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട് നിർവഹിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ സമാപന മണിക്കൂറുകൾ മെത്രാപ്പോലി തിരുമേനിയുടെ സമാപന സന്ദേശത്തിന് മുമ്പേ ചില ധ്യാന വാക്കുകൾ അടിവരയിട്ട് ഈ ശുശ്രൂഷ പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും എന്നോടുകൂടെ ഉണ്ടാകണമേ എന്ന് യാചിച്ചുകൊണ്ട് ഇന്നത്തെ തിരുവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നു. നെഹമ്യ പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം 14-ാം വാക്യം. നെഹമ്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായം 14-ാം വാക്യം ഞാൻ വായിക്കുന്നു. ഞാൻ നോക്കി, എഴുന്നേറ്റ് നിന്ന പ്രഭുക്കന്മാരോടും പ്രമാണികളോടും ശേഷം ജനത്തോടും, നിങ്ങൾ അവരെ പേടിക്കേണ്ട, വലിയവനും ഭയങ്കരനുമായ കർത്താവിനെ ഓർത്ത് നിങ്ങളുടെ സഹോദരന്മാർക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ഭാര്യമാർക്കും വീടുകൾക്കു വേണ്ടിയും പൊരുതുവീൻ എന്ന് പറഞ്ഞു. നിങ്ങളുടെ സഹോദരന്മാർക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ഭാര്യമാർക്കും വീടുകൾക്കു വേണ്ടി പൊരുതുവീൻ എന്ന് പറഞ്ഞു. തലകുനിക്കാം പ്രാർത്ഥനയ്ക്കായി. യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. അരുമനാഥൻ പട്ടണം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ വൃഥ ജാഗരണം ചെയ്യുന്നു. നാളുതോറും ഞങ്ങളുടെ ഭവനങ്ങളെ പണിതുയർത്തുന്ന ദൈവം നമ്പുരാനെ, സ്വർഗീയ പിതാവേ, അവിടുത്തെ മൂലക്കൽ അടിസ്ഥാനമിട്ട് അവിടുത്തെ കൃപകളാൽ പണിയപ്പെടുന്ന ഞങ്ങളുടെ ഭവനങ്ങൾക്കായി നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഒരു സംവത്സരത്തിൻ്റെ 11 ദിനങ്ങൾ കടന്നു പോകുന്നു. ഒരു വർഷക്കാലം ഞങ്ങളുടെ ഭവനങ്ങളെ കൃപയോടെ നിർത്തിയവൻ്റെ മുമ്പിൽ ഞങ്ങൾ തലകുനിക്കുന്നു. നടന്ന വഴികളെല്ലാം അനുഗ്രഹത്തിൻ്റെ വഴികളായിരുന്നു. നടക്കുവാനുള്ള വഴികളോ ശ്രേഷ്ഠമായ വഴികൾ. ആ വഴികളിൽ പതറിപ്പോകാതെ, ഇടറിപ്പോകാതെ, പട്ടുപോകാതെ ഞങ്ങളുടെ കുടുംബങ്ങളെയെല്ലാം അവിടുന്ന് കാവൽ ചെയ്യണമേ കർത്താവേ. ഈ പ്രഭാതത്തിൽ നിൻ്റെ പ്രബോധനത്തിനായി ഒരുങ്ങുന്നു. ഞങ്ങളുടെ വീടുകളുടെ വീണ്ടെടുപ്പിന് വേണ്ടി പൊരുതുവാനുള്ളൊരു കാലമാണിത്. നീ ശക്തീകരിക്കണം, നീ ബലപ്പെടുത്തണം, നീ നിലനിർത്തണം. തന്ന വചനത്തെ അടിയങ്ങൾക്ക് വാഴ്ത്തിത്തരണമേ. എല്ലാവരെയും തൃപ്തരാക്കി കർത്താവ് മടക്കി അയക്കണം. മാനവും മഹത്വവും സ്തോത്രവും എൻ്റെ കർത്താവിന് തന്നെ. മശിഹാ നിമിത്തം അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ഫൈറ്റ് ഫോർ ദ ഫാമിലി. കുടുംബങ്ങൾക്ക് വേണ്ടി പൊരുതുവീൻ. കുടുംബങ്ങൾക്കായി പൊരുതുക. നെഹമ്യാവിൻ്റെ പുസ്തകം പുനർനിർമ്മാണത്തിൻ്റെ പുസ്തകം എന്നാണ് അറിയപ്പെടുക. ദ ബുക്ക് ഓഫ് റീകൺസ്ട്രക്ഷൻ. 2 തരത്തിലുള്ള നിർമ്മാണങ്ങളാണ് അവിടെ നടക്കുക. ഒന്ന്, മതിലുകളുടെ പുനർനിർമ്മാണം. 2, ജനതകളുടെ പുനർനിർമ്മാണം. റീബിൽഡിംഗ് ദ വാൾസ്, റീബിൽഡിംഗ് ദ പീപ്പിൾ. 70 സംവത്സരം പ്രവാസത്തിലിരുന്ന ജനം 3 ഘട്ടങ്ങളിലായി ഇസ്രയേലിലേക്ക് മടങ്ങി വരുന്നു. 3-ാമത്തെ യാത്രയ്ക്ക് നേതൃത്വം നൽകിയത് നെഹമ്യാവ് എന്ന ആ വലിയ ഭക്തനാണ്.
അദ്ദേഹത്തിലൂടെ ഒരു പുനർനിർമ്മാണവും ആരംഭിക്കുന്നു. നെഹമ്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായം ഒരു ഓൾട്ടർ കോളാണ്, ഒരു യാഗപീഠത്തിൻ്റെ ശബ്ദമാണ്. എന്തുകൊണ്ട്? ജനം അകത്തുനിന്നും പുറത്തുനിന്നും ധാരാളം വെല്ലുവിളികൾ നേരിടുകയാണ്. അത് നിർമ്മാണത്തിൻ്റെ ഗതിവിഗതികളെ മാറ്റിമറിച്ചു. മതിലുകളിൽ വിള്ളൽ വീണതുപോലെ തന്നെ കുടുംബങ്ങൾക്കുള്ളിലും വിള്ളലുകൾ വീഴുന്നത് നെഹമ്യാവ് ശ്രദ്ധയോടെ കണ്ടു. ഇംഗ്ലീഷ് ബൈബിളിൽ 3 വാക്കുകൾ എഴുതിയിട്ടുണ്ട്: ഫറ്റീഗ്, ഫ്രസ്ട്രേഷൻ ആൻഡ് ഫിയർ. വീടുകളെ ബാധിച്ച 3 രോഗങ്ങളാണ്. ഫറ്റീഗ്, ഫ്രസ്ട്രേഷൻ ആൻഡ് ഫിയർ. അലസത, നിരാശ, ഭയം. കുടുംബത്തിൻ്റെ അടിത്തറകളിൽ വിള്ളലുകൾ വീഴ്ത്തി. അപ്പോൾ ഇതാ നെഹമ്യാവ് അൾത്താരയിൽ നിന്നുയരുന്നൊരു ശബ്ദമുയർത്തി. ആ ശബ്ദത്തിൻ്റെ പേരാണ് ഫൈറ്റ് ഫോർ യുവർ ഫാമിലി. നിങ്ങളുടെ കുടുംബങ്ങൾക്കായി ഒരു യുദ്ധം ആരംഭിക്കുക. ഞാൻ ആ വാക്കിനെ 3 വാക്കിൽ അടിവരയിടുവാൻ ആഗ്രഹിക്കുകയാണ്. The voice of vision, the voice of leadership, and the voice of direction from Nehemiah the prophet. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കട്ടെ. ഇന്ന് ലോകം കുടുംബങ്ങൾ കേൾക്കേണ്ട 3 ശബ്ദങ്ങൾ ഇങ്ങനെയാണ്: The voice of vision, ദർശനങ്ങളുടെ ശബ്ദം കേൾക്കണം കുടുംബങ്ങൾ. നേതൃത്വത്തിൻ്റെ ശബ്ദം കേൾക്കണം കുടുംബങ്ങൾ. ദിശാബോധത്തിൻ്റെ ശബ്ദം കേൾക്കണം കുടുംബങ്ങൾ. ഫൈറ്റ് ഫോർ ദ ഫാമിലി. സ്റ്റോപ്പ് ഫൈറ്റിംഗ് വിതിൻ ദ ഫാമിലി. കുടുംബത്തിൻ്റെ ഉള്ളിലെ യുദ്ധങ്ങൾ അവസാനിപ്പിച്ച് കുടുംബത്തിനു വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഒരുങ്ങുക. ഒരു ഭവനം പൊരുതേണ്ട 3 ധ്യാനങ്ങളെ ഈ ആരാധനയിൽ വിഷയമാക്കുകയാണ്. നാം ജീവിക്കുന്ന ഈ കാലഘട്ടം ഒരു ഭവനം പൊരുതേണ്ട 3 ധ്യാനങ്ങൾ. 1, fight for the family, a covenant fight. Fight for the family, a covenant fight. ഇന്ന് കുടുംബം യുദ്ധം ചെയ്യേണ്ടത് ഉടമ്പടികൾക്ക് വേണ്ടിയാണ്. അഭിവന്യ മാർത്തോമാ മെത്രാപ്പോലീത്ത ഇന്ന് ആരാധനയിൽ 13 മിനിറ്റ് പറഞ്ഞ വാചകം ഇത് തന്നെയായിരുന്നു. എന്ത്? ഇൻറ്റിമസി വിത്ത് ദ ലോർഡ്. കൊമ്പിന് മുന്തിരിവള്ളിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്പാൻ കഴിയുകയില്ല എന്ന് ആവർത്തിച്ചു പറയുമ്പോൾ ഉടമ്പടിയുടെ ലളിതമായ ആവിഷ്കാരം. കവനന്റ് എന്ത് നൽകും? ഉടമ്പടി നമുക്ക് എന്ത് നൽകും? മാർത്തോമാക്കാരൻ പഠിച്ചിരിക്കുന്നത് 2 വാക്കുകളാണ്. കവനന്റ് ഈസ് ആൻ ഓത്ത്, കവനന്റ് ഈസ് എ ഗ്രോത്ത്. ഉടമ്പടി ഒരു വല്ലാത്ത ഉടമസ്ഥനോട് ചേർന്ന് നിൽക്കുന്ന അവസ്ഥയാണ്. അതിൽ ഒരു വളർച്ചയുണ്ട്. ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന നമ്മൾ മുഴുവൻ പേരും ഒരു ബാപ്റ്റിസ്മൽ ഉടമ്പടിയിൽ നിൽക്കുന്നവരാണ്.
ഒരു മാമോദീസ ഉടമ്പടി 2 ഉറപ്പുകൾ നമുക്ക് നൽകുന്നുണ്ട്. ഒന്ന്, സാത്താനെ ഉപേക്ഷിക്കുന്നു, യേശു മശിഹായിൽ വിശ്വസിക്കുന്നു. ദാറ്റ് ഈസ് an oath. മാമോദീസ കഴിഞ്ഞാൽ ഒരു പൈതലിന് നൽകുന്ന അവകാശം എന്താണെന്നറിയാമോ? ദ ഗ്രോത്ത് ഓഫ് സൺഷിപ്പ്, പുത്രത്വത്തിൻ്റെ വളർച്ച. ദൈവപൈതലെ, നമ്മുടെ കുടുംബങ്ങൾ ഇതിന് രണ്ടിൻ്റെയും നടുവിൽ വളരുകയാണ്. എന്ത്? there is an oath, there is a growth, makes a covenant. ഒരു സമർപ്പണത്തിൻ്റെയും ഒരു വളർച്ചയുടെയും നടുവിലാണ് ഒരു കുടുംബം നിലനിൽക്കുന്നതെന്ന് നാം നന്നായി അറിയുക. ഉടമ്പടിയിൽ നിലനിൽക്കാനുള്ള പോരാട്ടമാണ് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യത. വൈ ആൻഡ് വാട്ട് ഫോർ? എന്തിന്, എന്തുകൊണ്ട്, ആർക്കു വേണ്ടി? ഈ തിരുവചനം ഒരു ഭവനം വളരുന്നതിന് 3 ഉടമ്പടികൾ പാലിക്കണമെന്ന് ഈ 66 പുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആ കൊച്ചു 3 വാക്ക് ധ്യാനിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. ഒരു ഭവനം ചെയ്യേണ്ട, ഒരു ഭവനം വളരേണ്ട 3 ഉടമ്പടികൾ. ഇങ്ങനെ ആ വാക്കുകളെ ഞാൻ അടിവരയിടുകയാണ്. എവിടെ ഒരു ഭവനം സമർപ്പണത്തിൽ നിലനിൽക്കുന്നുവോ അവിടെ കൃപയുണ്ട്. വേർ ദർ ഈസ് കമ്മിറ്റ്മെൻറ്റ് ദർ ഈസ് ഗ്രേസ്. സമർപ്പണത്തിൽ നിലനിൽക്കുന്നിടത്ത് എന്തുണ്ട്? കൃപയുണ്ട്. ഏറ്റവും പുറകിലിരിക്കുന്നവരുടെ എന്നോടൊന്ന് ചേർന്ന് നിൽക്കും. ഇച്ചിരി ദൂരമുണ്ട് എങ്കിലും ആ വാക്കുകളെ ഒന്ന് അനുരണനം ചെയ്ത് മുമ്പോട്ട് പോകാം. എവിടെ ഒരു വീട് സമർപ്പണത്തിൽ നിൽക്കുന്നുവോ അവിടെ കൃപയുണ്ട്. 2, എവിടെ ഒരു ഭവനം സ്തോത്രത്തോടെ നിൽക്കുന്നുവോ അവിടെ അനുഗ്രഹമുണ്ട്. Where there is thanksgiving, there is blessings. ഞാൻ ലളിതമായൊരു വാക്ക് പറയട്ടെ. കൈകൂപ്പി നിൽക്കുന്നവനെ അരുമനാഥൻ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. സ്തോത്രത്തോടെ നിൽക്കുന്നിടത്ത് അനുഗ്രഹങ്ങളുണ്ട്. 3, എവിടെയൊരു ഭവനം വചനാനുസരണം ജീവിക്കുന്നുവോ അവിടെ വാഗ്ദത്തങ്ങളുണ്ട്. വചനത്തിൽ നിലനിൽക്കുന്നിടത്ത് വാഗ്ദത്തങ്ങളുണ്ട്. ഈ പുസ്തകം വാഗ്ദത്തങ്ങളുടെ പുസ്തകമെന്നറിയപ്പെടും. ഏറ്റവും പുറകിലിരിക്കുന്നവർ കൂടെ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. നമ്മുടെ വീടുകളെ 3 ഉടമ്പടികളാൽ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. ഒരു ക്രിസ്തീയ ഭവനത്തിൻ്റെ മുകളിൽ എഴുതി വെക്കാവുന്ന 3 വാക്കുകൾ: ഗ്രേസ്, ബ്ലെസ്സിങ്സ്, പ്രോമിസസ്, എ ക്രിസ്ത്യൻ ഹോം. ഹല്ലേലൂയ. ഗ്രേസ്, ബ്ലെസ്സിങ്സ്, പ്രോമിസസ്. ദിസ് മേക്സ് എ ഹോം എ ക്രിസ്ത്യൻ ഹോം. മെത്രാപ്പോലീത്ത തിരുമേനി രാവിലെ 2ാമത്തെ വാക്ക് പറഞ്ഞില്ലേ? When the grace permeates, കൃപ വ്യാപിക്കുന്നിടത്ത്, കൃപ പകരുന്നിടത്ത് ധാരാളം ഫലം പുറപ്പെടുവിക്കുന്നു. ഞാനൊരു വാക്ക് ചോദിച്ചോട്ടെ. ഉടമ്പടികൾ വല്ലതും ഉടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ദൈവകൃപയുടെ കുറവ് വീട്ടിലുണ്ടാകും. സ്തോത്ര പ്രാർത്ഥന നിന്നു പോയിട്ടുണ്ടെങ്കിൽ അരുമനാഥന്റെ വലങ്കരം ഉയരുന്നത് നീ കണ്ടില്ലെന്ന് വരാം. ഈ വചനത്തെ പ്രമാണമാക്കുന്നില്ലെങ്കിൽ ഇതിലെ വാഗ്ദത്തങ്ങളൊന്നും എനിക്ക് ലഭ്യമായില്ലെന്ന് വരും. ഞാൻ നിങ്ങളോട് ഒരു വാക്ക് പറയട്ടെ.
2025 കൃപ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും വാഗ്ദത്തങ്ങളെ കൊണ്ടും ഞങ്ങളെ നിലനിർത്തിയ ദൈവത്തിന് 1000 നന്ദി. കൈയൊന്നുയർത്തിക്കുക ദൈവമക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കൃപയുടെയും അനുഗ്രഹങ്ങളുടെയും വാഗ്ദത്തങ്ങളുടെയും കുടുംബമായി ഞങ്ങളുടെ കുടുംബങ്ങളെ കർത്താവ് നിർത്തിയിരിക്കുന്നു. ഫൈറ്റ് ഫോർ യുവർ ഫാമിലി. ഇതിൽ നിലനിൽക്കുവാൻ ഒരു യുദ്ധം ആവശ്യമാണ്. ഇതിൽ കുടുംബത്തെ നിർത്തിക്കൊണ്ടുപോകാൻ ഒരു യുദ്ധം ആവശ്യമാണ്. അതിനാണ് ഒരു കുടുംബത്തിൽ 3 അടയാളങ്ങൾ ദൈവം നൽകിയിരിക്കുന്നത്. ഒരു മാർത്തോമ ഭവനത്തിന് ഇത് തിരിച്ചറിയാൻ, എന്താ ഞാനിപ്പോൾ പറഞ്ഞ 3 വാക്കുകൾ തിരിച്ചറിയാൻ 3 അടയാളങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. വീട്ടിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കാം. വീട്ടിലോട്ട്. 1, നമ്മുടെ എല്ലാ ഭവനങ്ങൾക്ക് പ്രധാനപ്പെട്ട വാതിലിൽ ഒരു സ്ലീബ വരച്ചിട്ടുണ്ട്. ദ ബൗണ്ടറി ഓഫ് ദ ക്രോസ്. എന്താ? ഒരു സ്ലീബായുടെ അതിര്. എന്തിന്? എന്തിനാ? സേവികാ സംഘക്കാർക്ക് അത് കൃത്യമായി പിടികിട്ടാൻ സാധ്യതയില്ല. കാരണം ഇത് വരയ്ക്കുമ്പോൾ നിങ്ങളെല്ലാവരും ചിക്കൻ കറിക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാൻ പോകുന്ന സമയമാണ്. ഇവിടെ ഇരിക്കുന്നവർക്കത് പിടികിട്ടിട്ടുണ്ടാവും. എന്തിനാണ് ഒരു പ്രധാനപ്പെട്ട വാതിലിൽ സ്ലീബ? അർത്ഥം ഇതേ ഉള്ളൂ. ദിസ് സ്പേസ് ഈസ് റെഡീംഡ്. ഈ ഇടം വീണ്ടെടുക്കപ്പെട്ട ഇടമാണ്. ഒന്നോർത്തോണം, വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴും വീട്ടിൽ തിരികെ വരുമ്പോഴും ഒരു സ്ലീബ വരയ്ക്കപ്പെട്ട ഭവനത്തിൽ നിന്നാണ് ഞാൻ പോയതെന്നും തിരികെ വന്നതെന്നും ഓർത്തിരിക്കേണ്ടതുണ്ട്. ഇന്ന് പല മാർത്തോമാക്കാരെയും വീട് കാണിച്ചു കൊടുക്കേണ്ട കാലത്തിലേക്ക് പോയിരിക്കുകയാണ്. പണ്ട് ചാണ്ടിയും തോമായും കൂടെ പോയതുപോലെയാണ്. ചാണ്ടി സ്വന്തം വീടിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് തോമായോട് ചോദിക്കുകയാണ്, തോമായെ, എൻ്റെ വീട് ഏതാണെന്ന് പറഞ്ഞു തരാമോ? കുമ്പനാട്ടുകാരൊക്കെ ചിരിക്കുന്നുണ്ട്. ഫൈറ്റ് ഫോർ യുവർ ഫാമിലി. സ്ലീബ വരയ്ക്കപ്പെട്ട വീടിനെ അലക്ഷ്യമാക്കി കളയാതിരിക്കാൻ ഒരു യുദ്ധം ആവശ്യമാണ്. 2, വീടിൻ്റെ ഉള്ളിലെ 2ാമത്തെ അതിരാണ്, ഗിഫ്റ്റാണ് ഈ വചനം. ദ ബൗണ്ടറി ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. മാർത്തോമകാര, എന്തിനാണ് രാവിലെയും വൈകുന്നേരം ഈ പുസ്തകം തുറക്കുന്നതെന്നറിയാവോ? ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്. എൻ്റെ ഭവനം വചനത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഭവനമായിരിക്കണം. ഓരോ കുടുംബ പ്രാർത്ഥനയും വചനത്താൽ നിയന്ത്രിക്കപ്പെടുവാൻ വേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ബൗണ്ടറി ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. തീർന്നില്ല. ഒരു വീടിൻ്റെ 3ാമത്തെ അതിര് ദ ബൗണ്ടറി ഓഫ് ദ സാക്രമെന്റ്. അഭിവന്ദ്യ മെത്രാപ്പോലീത്ത ഇന്ന് രാവിലെ വാഴ്ത്തിയ 2 വസ്തുക്കൾ എൻ്റെയും നിൻ്റെയും കയ്യിലേൽപ്പിച്ചിട്ടുണ്ട്. ഈ ശരീരത്തിൻ്റെ ഏറ്റവും ശക്തമായ അതിരാണ് എൻ്റെ കയ്യിൽ തന്ന അപ്പവീഞ്ഞുകൾ. എന്തിനെന്നറിയാമോ? ഇത് വഴിയിലിട്ട് കളയാനുള്ളതല്ല. വാഴ്ത്തി കിട്ടിയതൊന്നും വഴിയിൽ ഉപേക്ഷിക്കാനുള്ളതല്ല.
എന്തിനെന്നറിയാമോ? ഇതെൻ്റെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗവസ്തുവാക്കി തീർക്കുവാൻ ഞാൻ വാങ്ങിയിരിക്കുകയാണിത്. ഫൈറ്റ് ഫോർ ദ ഫാമിലി. കുടുംബത്തിന് വേണ്ടി ഒരു യുദ്ധം നിർവഹിക്കണം. തിരിഞ്ഞു നോക്കുക, ഒരു സ്തോത്രം പറയാം നമുക്ക്. കർത്താവേ, എൻ്റെ ഭവനത്തെ ഒരു സ്ലീവായുടെ മുദ്രയാൽ നീ അനുഗ്രഹിച്ചിട്ടുണ്ട്. കാവൽക്കാരൻ ഒരു രക്ഷകനാണ്. ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ കയ്യിലൊരു വചനം തന്നിരിക്കുന്നു. നിൻ്റെ കൽപ്പനകളാൽ നിയന്ത്രിക്കപ്പെടുന്നൊരു ഭവനം എൻ്റെ ജീവിതത്തിലേക്ക് നീ മടക്കി തരണമേ. ഇന്ന് രാവിലെ ഞാൻ വാങ്ങിയ അപ്പവീഞ്ഞുകൾ കൊണ്ട് എൻ്റെ വീടിനെ വിശുദ്ധിയുടെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുവാൻ എനിക്ക് നീ ശക്തിയും കൃപയും തരണമേ. ഞാൻ ആ വേദഭാഗത്തിൻ്റെ അല്പം കൂടി ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇങ്ങനെയാണത്. ഒരു ഭവനം സ്ഥാപിക്കപ്പെട്ട ഉടമ്പടി വിവാഹം എന്ന കൂദാശയാണ്. എന്തോ ഒരു ഭവനത്തെ കർത്താവ് സ്ഥാപിച്ചത് വിവാഹം എന്ന കൂദാശയാണ്. ഒരു കൽപ്പനയെ വിവാഹത്തിലുള്ളൂ: ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ഒരു വാക്ക് ഞാൻ അടിവരയിടുക: ഫൈറ്റ് ഫോർ യുവർ മാരേജ്. നിന്റെ വിവാഹത്തിനു വേണ്ടി യുദ്ധം ചെയ്യേണ്ട, പോരാടേണ്ട ഒരു കാലമാണിത്. ഞാൻ വിനയത്തോടെ പറയട്ടെ, 22 വർഷമായി ഞാനൊരു അടച്ചിട്ട മുറിയിൽ ഇരിക്കുന്നയാളാണ്. ഈ 2 കൈയിലും ബക്കറ്റ് കണക്കിന് കണ്ണുനീർ വീണ കൈയാണിത്. ഒരു വാക്ക് ഞാൻ കൂപ്പി നിങ്ങളോട് പറയാം: കുടുംബങ്ങൾ ഈ പോരാട്ടത്തിൽ വല്ലാതെ തോറ്റുപോകുന്നു. എന്താ കാരണമെന്നറിയാവോ? താഴെ പറഞ്ഞ ചില വാക്കുകളാണ്. വിവാഹത്തിന് നടുവിൽ ഒരു കൂദാശയുണ്ടെന്നും വിവാഹത്തിനൊരു കൂദാശ ഉണ്ടാകണമെന്നും വിശ്വസിക്കുന്നവരുടെ എണ്ണം വല്ലാതെ കുറയുന്നു. മൂന്നാമത്തെ ഒരുവനില്ലാതെ വീട് പണിയാൻ വ്യഗ്രതപ്പെടുന്നവരുടെ എണ്ണം മാർത്തോമാ സഭയിലും വർദ്ധിക്കുന്നുണ്ട്. വിവാഹം ഒരു അസൗകര്യമാണെന്ന് കരുതുന്ന ഒരു കൂട്ടം മാർത്തോമാക്കാർ എയർപോർട്ടുകളിൽ വെയിറ്റ് ചെയ്യുകയാണ്. വിവാഹത്തിന് സുസ്ഥിരമായ ഒരു സമർപ്പണവും ഒരു ദൈർഘ്യവും ഉണ്ടാകണമെന്ന് വിശ്വസിക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ കുറയുകയാണ്. സുസ്ഥിരത വേണ്ട, പെർമനൻസ് വേണ്ട എന്ന് പറയുന്നവരുടെ എണ്ണവും കൂടുകയാണ്. വിവാഹത്തിന് ഒരു ദൈവിക തിരഞ്ഞെടുപ്പുണ്ടെന്നും അല്ല അത് എൻ്റെ തിരഞ്ഞെടുപ്പ് മാത്രമാണെന്നും വിശ്വസിക്കുവാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണവും വല്ലാതെ കൂടുന്നു. ഉടമ്പടികൾക്കല്ല, ഉഭയസമ്മതങ്ങൾക്കാണ് താല്പര്യം. കോഹാബിറ്റേഷൻ എന്ന് പറയും. കവനന്റിൽ നിന്ന് ഉഭയസമ്മതത്തിലേക്ക് വീട് അധപ്പതിക്കുകയാണ്. ഇത് ലോകം കേൾക്കുന്നത് കൊണ്ട് എൻ്റെ മുൻപിലിരിക്കുന്ന ക്ലിനിക്കൽ എക്സ്പീരിയൻസസ് ഒന്നും എനിക്ക് തുറന്നു പറയാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും ഒരു കേസ് സ്റ്റഡി എന്നതുപോലെ എന്നെ നൊമ്പരപ്പെടുത്തിയ ചില വാക്കുകൾ മാത്രം ഞാൻ പറയാം. ഇത് സഭ ഒരു മൈഗ്രേഷനെ നേരിടുന്ന കാലം. ഇപ്പോൾ വരുന്നവരെല്ലാം കുറേ പേർ മൈഗ്രേഷൻ കഴിഞ്ഞ് തിരിച്ചു ലീവിന് വരുന്നവരാണ്. അവരാണ് ഉടമ്പടിക്ക് വേണ്ടി ഇന്ന് യുദ്ധം ചെയ്യുന്ന ഒരു കൂട്ടർ. ഒരു വിദേശ രാജ്യത്തു നിന്ന്
40 വയസ്സുകാരൻ മുറിയിൽ വന്നു. ഒരാഴ്ചത്തെ ലീവിനാണ്. എന്തിനാ മോനെ വന്നേ? പപ്പയെയും മമ്മിയും കണ്ടൊരു വിവരം പറയാനാണ്. എന്താണ് വിവരം? ഓസ്ട്രേലിയയിൽ മെട്രോ സിഗ്നൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി. രണ്ടുപേർക്കും കൂടെ ഇന്ത്യൻ ശമ്പളത്തിൽ 9 ലക്ഷം രൂപ. വാങ്ങിയത് ഇന്ത്യൻ റേഷ്യോയിൽ 3.5 കോടിയുടെ ഒരു വീട്, 7 വയസ്സുള്ളൊരു കുഞ്ഞ്. വന്നതെന്തിനെന്നറിയാമോ? അപ്പനോടും അമ്മയോടൊരു വാക്ക് പറയാൻ. എന്തു വാക്ക്? 10 കിലോമീറ്റർ അപ്പുറത്ത് ഒരു വീട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് തിരിച്ചു ചെന്നാൽ എൻ്റെ താമസം ഞാൻ അങ്ങോട്ട് മാറ്റുകയാണ്. വായ്, എന്തിന്? മാർത്തോമാക്കാരൻ ഇപ്പോൾ പറയുന്ന വാചകം നെഞ്ചത്തടിച്ചുകൊണ്ട് കേൾക്കാം. ഇപ്പോൾ എൻ്റെ ജീവിതത്തെ വല്ലാതെ പിടിച്ചുലച്ചൊരു വാക്കാണ്. ഞാൻ സംസാരിച്ചതിനിടയിൽ 40 വയസ്സുകാരനായ ഒരു മാർത്തോമാക്കാരൻ പറയുകയാണ്, അച്ഛൻ, നൗ ഐ ആം 40, 40 വയസ്സുണ്ട് എനിക്ക്. ഐ വാണ്ട് ടു സെലിബ്രേറ്റ് മൈ ലൈഫ്. മാർത്തോമാ സഭയിലെ ഒരു വലിയ കൂട്ടം ആളുകൾ മെത്രാപ്പോലീത്തയുടെ സാന്നിധ്യത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഈ പ്രിൻസിപ്പിളിൽ ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ്. 40 വയസ്സുണ്ട്, എനിക്ക് സെലിബ്രേറ്റ് ചെയ്യണം ജീവിതം. 7 വയസ്സുള്ള ഒരു കുഞ്ഞിനെയും ചേർത്തുകൊണ്ട് അമ്മ വിളിക്കുകയാണ്, അച്ഛാ, കഴിഞ്ഞ 10 വർഷം അടച്ചിട്ട മുറിയിൽ ഞാൻ വല്ലാതെ വിറങ്ങലിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടക്കേട് എന്തൊക്കെയാണെന്നറിയാമോ അച്ഛന്? ഞായറാഴ്ച പള്ളിയിൽ പോകാൻ ഞാൻ നിർബന്ധിക്കുന്നുണ്ട്. 4:30 മണിക്കൊരു ഫെലോഷിപ്പ് മീറ്റിംഗ് ഉണ്ട്. ഇറ്റ് ഈസ് വെരി ടഫ്. സഹോദര, നിന്റെ ശീലം എന്താണെന്നറിയാമോ? ഒന്നും തെറ്റിദ്ധരിക്കണ്ട. 3 ശീലങ്ങളാണ്. ആ പെൺകുട്ടി പറയുകയാണ്, അജാ, വലിയ വീട് വാങ്ങിയപ്പോൾ കയ്യെത്താകുന്ന ദൂരത്ത് 2-3 ഡ്രോയേഴ്സ് കൂടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. എന്തിനെന്നറിയാമോ? അർദ്ധരാത്രിയിലും ഡ്രോയർ വലിച്ചാൽ നുണയാനുള്ള സാധനം അവിടെ വച്ചിട്ടുണ്ട്. 2, എപ്പോൾ നുണഞ്ഞതിൻ്റെ ലഹരി കൂടുമോ അപ്പോൾ അദ്ദേഹം വണ്ടി എടുക്കും. എവിടേക്ക് പോവുകയാണ്? ഗോയിങ് ഫോർ ഗാംബ്ലിംഗ് സ്റ്റേഷൻസ്, ചൂതാട്ട കേന്ദ്രങ്ങളെ അന്വേഷിച്ച് പോവുകയാണ്. 3, പിന്നെ 2 ദിവസത്തേക്ക് മടങ്ങി വരാറില്ല. ആ പെൺകുട്ടി പറയുന്നു, വേർ ഹി സ്റ്റേയ്സ് ആൻഡ് വേർ ഹി സ്ലീപ്പ് എനിക്ക് നന്നായി അറിയാം അച്ഛാ. എങ്ങനെ അവസാനിച്ചു എന്നുകൂടൊരു വാക്ക്. 2.5 മണിക്കൂർ കഴിയുമ്പോൾ എനിക്കറിയാവുന്ന വിധത്തിലൊക്കെ ഞാൻ ആ ചെറുപ്പക്കാരനെ ഒന്ന് തിരുത്താൻ ശ്രമിച്ചു. മാർത്തോമാ സഭയിലെ അംഗങ്ങൾ ഇത് പറഞ്ഞത് അയാളെ കുറ്റപ്പെടുത്താനല്ല, എന്നെ വല്ലാതെ ത്രസിപ്പിച്ചൊരു ചെറുപ്പക്കാരനാണത്. ഞാൻ അവസാനം അദ്ദേഹത്തെ പ്രാർത്ഥിച്ചു വിടാനൊരുങ്ങുമ്പോൾ അവൻ്റെ വലതുകരം എൻ്റെ കയ്യിലുണ്ട്. മോനെ, ഹൗ യു ഗോ ബാക്ക്? എങ്ങനെ പോകുന്നടാ നീ തിരിച്ച്? മാർത്തോമാക്കാരനെ കുറിച്ചുള്ള എൻ്റെ ഏറ്റവും വലിയ അഭിമാനം അതാണ്. വചനത്തിന് മറികടന്നു പോകാത്തൊരു കൂട്ടമാണ് നമ്മൾ. ഹല്ലേലൂയ. അവൻ എന്നോട് പറഞ്ഞു, അജൻ, ഞാൻ എടുത്ത വീട് അവിടെ ഇരിക്കട്ടെ. ഐ ആം
going back to the same house to see the 7-year-old girl. അവനവിടെ തിരികെ എത്തി എന്നെ വിളിക്കുമ്പോൾ ആ പെൺകുട്ടി പറഞ്ഞൊരു വാചകമുണ്ട്. 10 വർഷത്തെ പ്രാർത്ഥനയ്ക്ക് അരുമനാഥൻ നൽകിയ മറുപടിയാണ് എൻ്റെ പ്രിയപ്പെട്ടവൻ തിരികെ എൻ്റെ കരങ്ങളിൽ പിടിക്കാനിടയായത്. ഏറ്റവും പുറകിലിരുന്ന് എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഞാൻ ഈ പറഞ്ഞതിനെ നിങ്ങൾ ഗൗരവമായി എടുക്കുന്നുണ്ടെങ്കിൽ, മാതാപിതാക്കളെ, നമ്മുടെ യങ് ഫാമിലീസ്, ഞാനൊരു വാക്ക് അടിവരയിടട്ടെ. ഫൈറ്റ് ഫോർ ദ കവനന്റ്. ഉടമ്പടികളിൽ ജീവിക്കുവാൻ ആഴമായ യുദ്ധങ്ങൾ ആവശ്യമാണ്. എന്നെയും എൻ്റെ കുടുംബത്തെയും ഉടമ്പടികളിലേക്ക് നീ മടക്കിക്കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കണം. ഫൈറ്റ് ഫോർ ദ ഫാമിലി, ഫൈറ്റ് ഫോർ ദ കവനന്റ്. ഞാൻ ഒരു നിമിഷം നിങ്ങൾ എന്നോട് നോക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കൊച്ചുവാക്ക് പറയാൻ വേണ്ടിയാണ്. കർത്താവേ, എന്നെയും എൻ്റെ കുടുംബത്തെയും, നമ്മുടെ കുഞ്ഞുങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് സന്ദേശം കേൾക്കുന്നുണ്ടല്ലോ. വിത്ത് ഡ്യൂ റെസ്പെക്റ്റ് എനിക്ക് അവരോടും പറയാനുള്ളത്, മക്കളെ, നിങ്ങളെ ദൈവമാക്കിയിരിക്കുന്ന ഇടം പണിതിട്ടില്ലാത്ത വീടുകളിൽ പാർക്കുകയാണ് നിങ്ങൾ. നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടങ്ങളിൽ നിന്ന് ഭക്ഷിക്കുകയാണ് നിങ്ങൾ. വെട്ടിയിട്ടില്ലാത്ത കിണറുകളിൽ നിന്ന് കുടിക്കുകയാണ് നിങ്ങൾ. ഈ ആരാധനയിൽ വന്നവരെല്ലാം ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഒരു വാക്ക് പറഞ്ഞിട്ട് വേണം പോകാൻ. കർത്താവേ, എന്നെയും എൻ്റെ കുടുംബത്തെയും ഉടമ്പടികളിൽ നിലനിർത്തണമേ. കൈയൊന്ന് പുകയ്ക്ക് ഒരു വാക്ക് ദൈവസന്നിധിയിലൊന്ന് പറഞ്ഞാട്ടെ. ലോർഡ് ജീസസ്, വലിയവനായ കർത്താവേ, എന്നെയും എൻ്റെ ഭവനത്തെയും എൻ്റെ തലമുറയും ആക്കിയിരിക്കുന്ന ഇടത്ത് ഉടമ്പടികളിൽ നിലനിർത്തണമേ. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളിത് കേൾക്കട്ടെ, നമ്മുടെ യൗവനക്കാരിത് കേൾക്കട്ടെ, നമ്മുടെ തലമുറകളിത് കേൾക്കട്ടെ. ഫൈറ്റ് ഫോർ ദ ഫാമിലി, ഫൈറ്റ് ഫോർ ദ കവനന്റ്. കുടുംബം യുദ്ധങ്ങൾ അവസാനിപ്പിക്കരുത്, പോരാട്ടങ്ങൾ അവസാനിപ്പിക്കരുത്. ദൈവം നമ്പുരാൻ ഉടമ്പടികളിൽ നമ്മളെ ഒരുക്കട്ടെ. മറ്റു കഥകളിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ 2 വാക്കടിവരയിട്ട് പോകാൻ ഞാൻ. ഇന്ന് വീടുകളെ തകർക്കുന്ന 2 ശത്രുക്കളുണ്ട്. ഒന്ന്, ടോക്സിക് റിലേഷൻഷിപ്സ്. ബന്ധങ്ങളിൽ വിഷം കലരുകയാണ്. പ്രമാണമില്ലാത്ത വീടുകളായി വളരുകയാണ്. രണ്ടാമതൊരു വാക്കൂടെ ഞാൻ പറയാം. ഇമോഷണൽ സ്റ്റുവർഡ്ഷിപ്പ്, വൈകാരികമായ കാര്യവിചാരകത്വം. ഇതൊക്കെ പറഞ്ഞു പോയാൽ അത് അത്ര ഭംഗിയുള്ള ഒരു സ്ഥലം അല്ലാത്തതുകൊണ്ട് ഞാനതിലേക്ക് പോകുന്നില്ല. ഞാൻ പറയട്ടെ, കൈകൂപ്പി പറയട്ടെ, ബന്ധങ്ങളിൽ വല്ലാതെ വിഷം കലരുന്ന കാലം, വികാരങ്ങൾക്ക് കാര്യവിചാരകത്വം കൽപ്പിക്കാത്തൊരു കാലം. ഫൈറ്റ് ഫോർ ദ ഫാമിലി. 2, ഫൈറ്റ് ഫോർ ദ ഫാമിലി, ഫൈറ്റ് അഗൈൻസ്റ്റ് ടെംപ്റ്റേഷൻസ്. കുടുംബങ്ങൾക്കായി യുദ്ധം ചെയ്യുക, പോരാടുക. കുടുംബങ്ങളുടെ പ്രലോഭനങ്ങൾക്ക് മുമ്പിൽ പോരാട്ടം ആവശ്യമാണ്. പരീക്ഷകൾക്ക് നേരെ പോരാടുവീൻ. കുടുംബങ്ങൾ നേരിടുന്ന പരീക്ഷകൾക്ക് നേരെ പോരാടുക.
അവനൊരു വാക്ക് പറഞ്ഞു തുടങ്ങട്ടെ. ഇന്ന് നമ്മുടെ ട്രെൻഡുകൾ കീഴടക്കുന്ന കാലമാണ്. മാർത്തോമാക്കാരൻ്റെ ട്രെൻഡുകൾ കീഴടക്കുന്ന കാലമാണ്. ഞാൻ ഒരു വാക്കൂടെ അടിവരയിടും. ഇന്ന് നമ്മുടെ തലമുറ അനുഭവിക്കുന്ന പരീക്ഷയ്ക്ക് ഞാൻ ഇങ്ങനൊരു പേര് കൊടുക്കും: എക്സ്ട്രാ ഓർഡിനറി ടെംപ്റ്റേഷൻസ്. അസാധാരണമായ പരീക്ഷകളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ അസാധാരണമായ പരീക്ഷകൾ. ഞാൻ നമ്മുടെ വീടുകൾ, നമ്മുടെ മക്കൾ ഇന്ന് കടന്നു പോകുന്ന 4 അവസ്ഥയെ ഒരു 4 വാക്കിലൊന്ന് ധ്യാനിക്കാൻ പറയുകയാണ്. നമ്മുടെ വീടുകളും നമ്മുടെ കുഞ്ഞുങ്ങളും കടന്നു പോകുന്നത് 4 അവസ്ഥയിലൂടെയാണ്. ഒന്ന്, ബിറ്റർ സിറ്റുവേഷൻസ്, കയ്പേറിയ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെയധികം കയ്പേറിയ സാഹചര്യങ്ങളിലൂടെ തലമുറ കടന്നു പോകുന്നു. 2, ദ അൺകെയർഡ് ഫോർ സിറ്റുവേഷൻസ്, ആരും ശ്രദ്ധിക്കാനില്ലാത്ത ഇടങ്ങളിലൂടെ കടന്നു പോകുന്നു. ആരെയും ശ്രദ്ധയില്ലാത്തൊരു കാലം. 3, ദ ലൈഫ് ഓഫ് എ സ്ട്രേഞ്ചർ. ഇംഗ്ലണ്ടിലെ റോഡ് നമ്പർ 112 നടന്നു പോയാൽ നമ്മുടെ മകനും മകളും ഒരപരിചിതനാണ്. ലൈഫ് ഓഫ് എ സ്ട്രേഞ്ചർ. 4, ലൈഫ് ഓഫ് എ സ്ലേവ്. ഈ കാലം നിങ്ങൾക്കറിയാവോ? 3-4 വർഷം മുമ്പേ പോയവർ ഇന്ന് തിരികെ മുറിയിലേക്ക് വരികയാണ്. എങ്ങനെ വരുന്നറിയാവോ? പല യൗവനക്കാരും പലതിൻ്റെയും അടിമകളാണ്. ലൈഫ് ഓഫ് എ സ്ലേവ്. ഞാൻ പറഞ്ഞ 4 വാക്കൊന്നും അടിവരയിടുകയാണ്. ബിറ്റർ സിറ്റുവേഷൻസ്, കയ്പേറിയ സാഹചര്യങ്ങൾ. ദ അൺകെയർഡ് ഫോർ സിറ്റുവേഷൻസ്, ആരും ശ്രദ്ധിക്കാനില്ലാത്ത സാഹചര്യങ്ങൾ. ലൈഫ് ഓഫ് എ സ്ട്രേഞ്ചർ, ഒരപരിചിതൻ്റെ വഴിയാത്ര. സംടൈംസ് ലൈഫ് ഓഫ് എ സ്ലേവ്, ചിലരെങ്കിലും അടിമകളായി തീരുന്നു. വിശദീകരണം ആവശ്യമില്ല ഭാഗത്തിന്. ഞാൻ ഒരു വാക്ക് ധ്യാനിക്കാൻ പറയുക. ടേക്ക് യുവർ ടെന്റ് വെരി സീരിയസ്ലി. നിങ്ങളുടെ കൂടാരങ്ങളെ ഗൗരവമായി എടുക്കേണ്ട ഒരു കാലമാണിത്. നമ്മുടെ കൂടാരാനുഭവങ്ങളെ ഗൗരവമായി തിരികെ എടുക്കേണ്ട ഒരു കാലമാണിത്. ഞാൻ 3 വാക്ക് അവിടെ എഴുതുകയാണ്. കൂടാരത്തിലെ പരിശീലനം, കൂടാരത്തിലെ പരിപോഷണം, കൂടാരത്തിലെ കൃപയുടെ പാഠങ്ങൾ. ഞാൻ ഇങ്ങനെ പറയട്ടെ: കൂടാരത്തിലെ പരിശീലനം, കൂടാരത്തിലെ പരിപോഷണം, കൂടാരത്തിലെ കൃപയുടെ പാഠങ്ങൾ. മാതാപിതാക്കളെ, ഈ വാക്ക് മറക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൂടാരത്തിൽ കേട്ട ദൈവശബ്ദമല്ലാതെ കൂട്ടുപോകാൻ മറ്റൊന്നുമില്ല. നമ്മുടെ തലമുറയ്ക്ക് കൂടാരത്തിൽ കേട്ട ദൈവശബ്ദമല്ലാതെ കൂട്ടുപോകാൻ മറ്റൊന്നും ഇല്ല. 2 വാക്ക് അവിടെ അടിവരയിടുകയാണ് ഞാൻ. നെഹമ്യാവ് പറഞ്ഞു, ഫൈറ്റ് ആൻഡ് ബിൽഡ്. യുദ്ധം ചെയ്യുക, നിർമ്മിക്കുക. ഇതാണ് ഇന്നത്തെ പ്രിൻസിപ്പിൾ. അതിന് നെഹമ്യാവ് കൊടുത്ത 2 ഉപകരണങ്ങളാണ്. വലത് കൈയിൽ വാളും ഇടത് കൈയിൽ ചുറ്റികയും. ദിസ് ഈസ് എ ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾ. വലത് കൈയിൽ വാളും ഇടത് കൈയിൽ ചുറ്റികയുമായി നിൽക്കണം ദൈവ പൈതൽ. ഫൈറ്റ് ആൻഡ് ബിൽഡ്.
പണ്ടേ നമ്മുടെ ഐബ് ജോസഫച്ചൻ്റെ കാലത്ത് നമ്മൾ VBSൽ പഠിച്ചൊരു പാട്ടുണ്ട്, ബൈബിൾ നമ്മുടെ ആയുധമാണേ. ബാക്കി അതെ, മെത്രാപ്പോലീത്ത തിരുമേനിക്കുന്നുണ്ട്, അനുവാദം വാങ്ങിച്ചുകൊണ്ട്, വഴക്ക് പറഞ്ഞാലും സാരമില്ല, വാങ്ങിച്ചും കൊണ്ട് ഒരു കൊച്ചു കാര്യം പറയാം. 3 ഞായറാഴ്ച മുമ്പേ ഒരു മാർത്തോമാ ദേവാലയത്തിൽ ഞാൻ പോയി. ഗസ്റ്റാണ്. വികാരിയുണ്ട്, അസിസ്റ്റന്റ് വികാരിയുണ്ട്. വികാരിയെ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ ഞാൻ കാണുകയാണ്. അവിടെ 100 പേപ്പറും ഒരു കൊച്ചു ചൂരവടിയുമായി വികാരി മേശയുടെ അരികിൽ വരുന്നു. 100 പേപ്പർ ആരുടെ? 120 സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളിൽ പരീക്ഷ എഴുതിയവരുടെ 100 പേപ്പറും ഒരു കൊച്ചു ചൂരവടിയും. തിരുമേനി ഇത് കഴിയുമ്പം ആരാന്ന് പറഞ്ഞ് അവിടെ വിളിപ്പിക്കത്തൊന്നുമില്ലെന്ന് എനിക്കറിയാം. വികാരി വികാരാധീനനായി 20 മിനിറ്റ് വിളിച്ചു പറയുകയാണ്, എൻ്റെ ഇടവയിലെ 120 വിദ്യാർത്ഥികളിൽ പരീക്ഷ എഴുതിയവരുടെ 20 പേരുടെ പേപ്പർ ഞാൻ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. 100 എണ്ണം ഉയർത്തുകയാണ്. ഈ 100 പേരിൽ കിട്ടിയ മൊത്തം 100 മാർക്കിൽ ഈ 100 പേപ്പറിൽ എല്ലാവർക്കും 25-ൽ നിന്ന് താഴോട്ടാണ്. ബാക്കി വികാരി അച്ഛൻ പറഞ്ഞത് ഇപ്പോൾ ഞാൻ ആവർത്തിക്കുന്നില്ല ഇവിടെ. പക്ഷേ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഏങ്ങലടിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടു. അതാണ് മാർത്തോമാ സഭയിലെ വൈദികൻ്റെ ക്രെഡിബിലിറ്റി. അദ്ദേഹം ജനത്തോട് ചോദിക്കുകയാണ്, ഈ വടി കൊണ്ടുവന്നത് നിങ്ങളെ അടിക്കണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ്? നോ, എന്നെ അടിക്കുക, എന്നെ അടിക്കുക. കാരണം നിങ്ങളുടെ തലമുറകളിൽ നിന്ന് അവരുടെ ആയുധങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. നിരായുധീകരിക്കപ്പെട്ട ഒരു തലമുറയാണ് മാർത്തോമാ സഭയ്ക്കുള്ളിൽ വളർന്നു വരുന്നതെങ്കിൽ അത് അപകടകരമാണ്, അപകടകരമാണ്. ഒരു കയ്യിൽ വാളും മറ്റേ കയ്യിൽ ചുറ്റികയുമായി പണിതുയർത്തിയതല്ലേ ഈ കാണുന്നതെല്ലാം. സെദറയിൽ ഇങ്ങനൊരു പ്രാർത്ഥനയുണ്ട്, ശത്രുവിൻ്റെ സകല ശക്തിക്ക് നേരെ തോറ്റുപോകാത്ത ആയുധം എന്നെ ധരിപ്പിക്കണമേ. കർത്താവേ, ശത്രുവിൻ്റെ സകല ശക്തിക്ക് നേരെ തോറ്റുപോകാത്ത ആയുധം എന്നെ ധരിപ്പിക്കണമേ. ഒരു മിനിറ്റ്. കയ്യിലേൽപ്പിച്ചതൊക്കെ എവിടെ? പകർന്നു തന്നതൊക്കെ എവിടെ? പ്രാപിച്ചതൊക്കെ എവിടെ? മാർത്തോമാക്കാര, കയ്യിലേൽപ്പിച്ചത് എവിടെ? പ്രാപിച്ചതെവിടെ? പകർന്നു തന്നത് എവിടെ എന്ന് ചോദിക്കാൻ ഒരജമാനൻ വരുന്നുണ്ട്. ഹല്ലേലൂയ. മാർത്തോമാ സഭയുടെ വെല്ലുവിളി നിരായുധീകരിക്കപ്പെട്ട വീടുകളാണ്. സമയപരിമിതിയുണ്ട്. മെത്രാപ്പോലീത്ത എനിക്കൊരു സമയം അനുവദിച്ചു തന്നിട്ടുണ്ട്.
ഒരു വാക്ക് നിങ്ങളോട് പറയട്ടെ. മാർത്തോമാക്കാരൻ്റെ കയ്യിൽ ഇന്ന് ഇരിക്കുന്ന പുസ്തകം ഹോളി ബൈബിൾ എന്നല്ല ഞാൻ വിളിക്കുന്നത്. ഇതിനെ സാക്രമെൻ്റൽ ബൈബിൾ എന്നാണ് ഞാൻ വിളിക്കുന്നത്. എന്തോ സാക്രമെൻ്റൽ ബൈബിൾ. കാരണമുണ്ട്. മാർത്തോമാ ഭവനങ്ങളിൽ ഇതേ ഉള്ളൂ, ഹോളി ബൈബിളില്ല. അപ്പനും അമ്മയോട് നോക്കിക്കേ, ജോൺസണും ജോളിയും കൂടെ മേശയെടുത്തിക്ക് നിന്നപ്പോൾ എന്ത് കിട്ടി? എന്തോ പ്രഷ്യസ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് തന്നല്ലേ? അതെ. എന്തിനാ തന്നെന്നറിയോ? ഒറ്റ പ്രമാണത്തിന് വേണ്ടിയാ. ഞാൻ വിശ്വസിക്കുന്ന കാര്യമാണ്. ഇത്ര പോലത്തെ ഉള്ളതുകൊണ്ട് തിരുത്തിക്കുള്ളൂ എന്നെ. കൈമാറി വായിക്കാൻ. ഇതിനാ കൈമാറി വായിക്കാൻ. കുഞ്ഞുങ്ങൾ 12 വയസ്സാകുമ്പോൾ കൈമാറ്റം നിന്നു. അവൻ്റെ കയ്യിൽ ഒരു വേദപുസ്തകം കിട്ടി. അതും എവിടെ കിട്ടിയതാ? മറ്റൊരു കൂദാശയുടെ നടുവിൽ. അതിൻ്റെ പേരെന്തുവാ? സാക്രമെൻ്റൽ ബൈബിൾ. അദ്ദേഹം വളർന്ന് ഒരു 30 വയസ്സ്. 30 വയസ്സൊന്നും വേണ്ട, ഇപ്പോഴത്തെ കല്യാണത്തിൻ്റെ പ്രായമൊക്കെ 35ഒക്കെയാണ്. കാരണം കാനഡയിൽ പോയി ആപ്പിളൊക്കെ ശരിയാക്കി വരുമ്പോഴത്തേക്ക് അത്രയും സമയമാവും. പോട്ടെ, 30 കൂട്ടാം. 30 വയസ്സാകുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു സാക്രമെൻ്റൽ ബൈബിൾ കിട്ടും. അദ്ദേഹം അത് ഇടത്തും വലത്ത് നിൽക്കുന്ന കുഞ്ഞിന് കൈമാറി വായിക്കും. 12 ആകുമ്പം അവനും കിട്ടും ഒരെണ്ണം. This is not simply Holy Bible. This is a sacramental Bible. മാർത്തോമാക്കാരാ, എൻ്റെ മെത്രാപ്പോലീത്തൻ്റെ സാന്നിധ്യത്തിൽ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളെ ഏൽപ്പിച്ച ആയുധങ്ങളൊക്കെ എവിടെയാണ്? ഫൈറ്റ് ആൻഡ് ബിൽഡ്. പോരാടുക, മതിൽ പണിയുക, യുദ്ധം ചെയ്യുക. എന്തു സംഭവിക്കുന്നറിയോ? ആയുധം കയ്യിൽ നിന്ന് പോയാൽ വീട്ടിൽ ചില സ്ഥിതിവിശേഷങ്ങളുണ്ടാവും. എന്താണെന്നറിയോ? പകുതി വഴിയിൽ ഉപേക്ഷിക്കപ്പെടുന്ന വീടുകൾ. മാർത്തോമാക്കാരൻ്റെ ഒരു ശാപമാണത്. 2 വർഷം കഴിയുമ്പം, 3 വർഷം കഴിയുമ്പം, 5 വർഷം കഴിയുമ്പം പകുതി വഴിയിൽ ചില വീടുകൾ ഉപേക്ഷിക്കപ്പെട്ടു പോവുകയാണ്. ഒരിക്കലും പിരിയില്ലാൻ തീരുമാനിച്ചവർ പകുതി വഴിയിൽ പണി അവസാനിപ്പിക്കുകയാണ്. ഒരു സങ്കടം കൂടെ പറയാം. വാത്സല്യത്തിൻ്റെ കൊതി തീരുന്നതിന് മുമ്പേ കോടതി വരാന്തയിൽ കുനിഞ്ഞു നിൽക്കേണ്ട കുഞ്ഞുങ്ങളുടെ കാലം. വാത്സല്യത്തിൻ്റെ കൊതി തീരുന്നതിന് മുമ്പേ കോടതി വരാന്തയിൽ കുനിഞ്ഞു നിൽക്കുന്ന കുഞ്ഞുങ്ങൾ. നെഹമ്യാ പ്രൊക്ലെയിംസ്. നെഹമ്യാവ് പറയുന്നു. ഇനി മാർത്തോമാക്കാരൻ ഒരു സ്തോത്രം പറയാനുള്ള സമയമാണ്. എനിക്കതോടെ പറയുമ്പോഴാണ് ഒരു സന്തോഷം. ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾ പറയുകയാണ്. ഇനി മാർത്തോമാക്കാരെ, പുതിയ ആയുധങ്ങളുമായി എൻ്റെ യജമാനൻ വരുന്നു. ഹല്ലേലൂയ. പുതിയ ആയുധങ്ങളുമായി അവൻ വരുന്നു. പുതിയ പരിജ്ഞാനവുമായി എൻ്റെ അരുമനാഥൻ വരുന്നു. പുതിയ സന്തോഷവുമായി അവൻ വരുന്നു നിന്നെ കാണാൻ. ഈ ആരാധനയിൽ ചേർന്നിരിക്കുന്നവരോട് ഞാൻ 2 കൈയും കൂപ്പി പറയുകയാണ്. ഏതെങ്കിലും ആയുധങ്ങൾ നഷ്ടപ്പെട്ടു പോയൊരു വീട് ഈ ആരാധനയിലുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് നിന്നെ ക്ഷണിക്കുന്നു. എൻ്റെ യജമാനൻ വരുന്നു നിന്നെ ഒരു സർവായുധവർഗം ധരിപ്പിപ്പാൻ. ഹല്ലേലൂയ. ഒരു സ്തോത്രം പറഞ്ഞ ദൈവമക്കളെ, ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ യജമാനൻ വരുന്നു പുതിയ ആയുധങ്ങളുമായി,
പുതിയ പരിജ്ഞാനവുമായി, പുതിയ സന്തോഷവുമായി എൻ്റെ യജമാനൻ വരുന്നു. വിശ്വസിക്കുന്നോ? കൈയൊന്നും പൊക്കണ്ട. എല്ലാവരുടെ അത്തരത്തിൽ നിന്നൊരു സ്തോത്രം ഉണ്ടാകട്ടെ. എന്തിനാണെന്നറിയാമോ? എൻ്റെ വീടിനെ പകുതി വഴിയിൽ ഉപേക്ഷിക്കുമ്പോൾ എനിക്ക് പരിചിതമില്ലാത്ത ആയുധങ്ങളുമായി എൻ്റെ കർത്താവ് വരുന്നുണ്ട്. ഈ ഭദ്രാസന കൺവെൻഷൻ അവസാനിക്കുമ്പോൾ ഞാൻ ഉറക്കെ വിശ്വസിക്കുകയാണ്, ഈ ഭദ്രാസനത്തിലെ അനേക ഭവനങ്ങളെ പണിതുയർത്തുവാൻ എൻ്റെ കർത്താവ് ചില പുതിയ ആയുധങ്ങളുമായി നിൻ്റെ കയ്യിൽ വരുന്നു. ഫൈറ്റ് ഫോർ ദ ഫാമിലി. കുടുംബങ്ങൾക്ക് വേണ്ടി പോരാടുവീൻ. ഒരു കയ്യിൽ വാളും മറ്റൊരു കയ്യിൽ ചുറ്റികയും. 7 മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഫാമിലി കോൺഫറൻസ് പോകുമ്പോൾ എൻ്റെ ട്രെയിനിൽ പാലക്കാട് നിന്ന് കയറിയത് ഒരു കൃഷ്ണമേനോൻ, സിവിൽ ഡ്രസ്. പരിചയപ്പെട്ടു. കാരണം ഞങ്ങൾ രണ്ടുപേരുടെ സൈഡ് സീറ്റ് ഷെയർ ചെയ്യുകയാണ്. ഉച്ചസമയം 2 മണി. കൃഷ്ണമേനോൻ കയറിയ പാടെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭക്ഷണം കഴിക്കുവാൻ ഒരുങ്ങുകയാണ്. വാഴയിലയിൽ പൊതിഞ്ഞ ഇഡലി പോലുള്ളൊരു സാധനം, സമ്മന്തിയുമുണ്ട്. ഒരിക്കലും കഴിഞ്ഞിട്ടില്ലാത്തൊരു സാധനം, ഒരു കഷണം എനിക്കും കിട്ടി. അതിൻ്റെ രുചി ഇപ്പോഴും ഉണ്ട്. കൃഷ്ണമേനോനെ ഞാൻ പരിചയപ്പെടുത്തി. ഞാൻ മാർത്തോമാ സഭയിൽ പാവപ്പെട്ട അച്ഛനാണ്, കൗൺസിലിംഗാണ് പണി. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഗോവയിൽ ചെല്ലുന്നത് വരെ ഫ്രീ കൗൺസിലിംഗ് നടക്കുമല്ലോ, കുറേ കൂടെ ബന്ധം പുതുക്കി. സന്ധ്യയായി. എനിക്ക് അപ്പർ ബർത്താണ്. ഞാൻ മുകളിൽ കയറി. ചിലപ്പോൾ നമുക്ക് വലിയ സന്തോഷമുള്ള നിമിഷങ്ങളുണ്ട്. കയറിയിരുന്നിട്ട് ഈ വേദപുസ്തകവും ധ്യാനപുസ്തകവും കയ്യിലെ ബാഗിലുണ്ട്. ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കിടക്കാം എന്ന് കരുതി. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം എനിക്ക് തോന്നിയൊരു വികാരമുണ്ട്. ഈ ഗോവ ട്രെയിനിൽ പ്രാർത്ഥിച്ചിട്ടുള്ള ഒരൊറ്റ മനുഷ്യനേ ഉള്ളൂ. അതാരാ? നിങ്ങളെന്താ മിണ്ടായിരിക്കുന്നത്? അതെ, അങ്ങ് തോന്നിപ്പോയതാ. സത്യമായിരിക്കാം. പ്രാർത്ഥന കഴിഞ്ഞ് താഴെ ഇറങ്ങി. രാവിലെ 6:15 താഴെ ഇറങ്ങി വരുമ്പോൾ കൃഷ്ണമേനോൻ തൻ്റെ ലാപ്ടോപ്പ് തുറന്ന് കൈകൂപ്പിയിരിക്കുകയാണ്. രാവിലെ ഞാൻ പ്രാർത്ഥിച്ചില്ല, ഇറങ്ങി വരിക താഴെ. ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ കൃഷ്ണമേനോനെ വിളിക്കാൻ തോന്നിയില്ല എനിക്ക്. 20 മിനിറ്റ് കഴിഞ്ഞു. കൃഷ്ണമേനോൻ കൈമലർത്തി അല്പം കൂടെ നിലവിരുന്നു. കണ്ണു തുറന്ന്, ഫാദർ ഗുഡ് മോർണിംഗ്. ക്യൂരിയോസിറ്റി ഉണ്ട്. ചോദിച്ചു, കൃഷ്ണമേനോനെ എന്തായിരുന്നു? കൃഷ്ണമേനോൻ ലാപ്ടോപ്പ് എൻ്റെ നേരെ തിരിച്ചു. സ്ക്രോൾ ചെയ്യുകയാണ്. ഫാദറെ, ഇതെല്ലാം ഉപനിഷത്തിലെ ധ്യാനങ്ങളാണ്. വൈ ദിസ്? എന്തിനിത്? എന്താ കാര്യം? കൃഷ്ണമേനോൻ ആരാണ്? ചൈനയിൽ ടോയ്സിൻ്റെ ബിസിനസ് ചെയ്യുന്ന ടോയ്സ് ബിസിനസ്. അടുത്ത 2 വാചകമാണ് മാർത്തോമാക്കാരൻ കേൾക്കേണ്ടത്. ഫാദർ, ചൈന ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് കൺട്രീസ് ഇൻ ദ വേൾഡ്. അടുത്ത വാചകം, ഇറ്റ് ഈസ് വൺ ഓഫ് ദ വേഴ്സ്റ്റ് കൺട്രീസ് ഇൻ ദ വേൾഡ്. അറിയാം, എൻ്റെ ഭാര്യയും കുഞ്ഞും മുംബൈയിലാണ്. കൃഷ്ണമേനോൻ അവസാനം പറഞ്ഞ ഒരു കൊച്ചു വാക്കുണ്ട്, ഫാദർ, ഐ സർവൈവ് ഇൻ ചൈന ബിക്കോസ് ഓഫ് ദിസ് ഉപനിഷത്ത് മെഡിറ്റേഷൻസ്. ലാപ്ടോപ്പിൽ കിടക്കുന്ന 1000 ധ്യാനങ്ങൾ കൊണ്ടാണ് മോശപ്പെട്ട രാജ്യത്തിൽ കൃഷ്ണമേനോൻ ജീവിക്കുന്നെങ്കിൽ, മാർത്തോമാക്കാരൻ്റെ മാതാപിതാക്കളോട് ഞാൻ ചോദിക്കട്ടെ, ഇംഗ്ലണ്ടിൽ പോയ മകൻ്റെ കൂടെ വല്ലതും കൊടുത്തു വിട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ആയുധം പോരാടുവാൻ നിങ്ങളുടെ തലമുറയ്ക്കുണ്ടോ?
ഫൈറ്റ് എഗെയിൻസ്റ്റ് ദ ടെംപ്റ്റേഷൻസ്. ഇതൊന്നും കടം വാങ്ങേണ്ട കാലമല്ല. ഇതെല്ലാം വിരൽത്തുമ്പിലല്ലേ. പക്ഷേ സ്ലീബ വരയ്ക്കാൻ മറന്നു പോകുന്ന മക്കളെ, കണ്ണടയ്ക്കാൻ മറന്നു പോകുന്ന മക്കളെ, ഇതിലൊരു വാചകം വായിച്ചിട്ട് കിടക്കയിൽ പോകാൻ പറന്നു പോകുന്ന മക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ അരുമനാഥൻ അടുത്തൊരു വർഷം ഈ ഭദ്രാസനത്തിൽ നമ്മുടെ തലമുറയെ പുതിയ ആയുധങ്ങൾ ധരിപ്പിക്കാൻ, പുതിയ പരിജ്ഞാനം നൽകാൻ, പുതിയ സ്നേഹത്തിൻ്റെ സന്ദേശവുമായി യാത്ര ചെയ്യാൻ ഒരു കുടുംബത്തെ കർത്താവ് ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Another 5 more minutes എനിക്ക് അപ്പോൾ തന്ന സമയം അവസാനിക്കും. 3. Fight for the family. Fight for your salvation. കുടുംബത്തിനായി പോരാടുവീൻ. കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി പ്രയത്നിക്കുക. കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി പ്രയത്നിക്കുക. ഫൈറ്റ് ഫോർ യുവർ സാൽവേഷൻ. നെഹമ്യാവിൻ്റെ 3ാമത്തെ പ്രബോധനമാണ് കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പോരാടുക. നുറുങ്ങിയ കൊച്ചു ചില വാക്കുകൾ പറയാം. കുടുംബം പരസ്പരം രക്ഷകരായിരിക്കാനുള്ള വിളിയാണ് വിവാഹം. മറക്കല്ലേ, പരസ്പരം രക്ഷകരായിരിക്കാനുള്ള വിളിയാണ് വിശുദ്ധ വിവാഹം. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം കൂടെ പറയാം. രക്ഷകനെ കണ്ടെത്തിയവരുടെ ഇടമാണ് കുടുംബം, ഭവനം. രക്ഷയുടെ അടയാളം ധരിപ്പിക്കുന്ന ശുശ്രൂഷയാണ് വിശുദ്ധ വിവാഹ ശുശ്രൂഷ. വാട്ട് ഈസ് സാൽവേഷൻ? എന്താണ് രക്ഷ? ഏറ്റവും പുറകിലിരിക്കുന്ന ഒരു ഞൊട്ടം നോക്കിക്കേ. ഇഡ്ഡലിയുടെ ഡൈജഷൻ നടക്കുന്ന സമയമായതുകൊണ്ടാണ്, ഉറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി. രക്ഷ മറ്റുള്ളവരെ തേടിപ്പോകുന്നതാണ്, സ്വയം രക്ഷപ്പെടുന്നതല്ല. ഒറ്റയ്ക്ക് ഓടുന്നതല്ല, ഒറ്റപ്പെട്ടവരെ തേടുന്നതാണ് രക്ഷ. മറ്റുള്ളവരെ ഉപേക്ഷിക്കലല്ല, ഒരുക്കിയെടുക്കുന്നതാണ് രക്ഷ. ആവർത്തിക്കുന്നില്ല. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളെ കുറിച്ചൊരു സ്തോത്രം പറയാൻ പോവാ ഞാൻ. പ്രിയ മാതാപിതാക്കളെ, രക്ഷകരായിരിക്കുന്നവർക്കെല്ലാം ചില മുറിപ്പാടുകളുണ്ട്. ഇവിടെ ഇരിക്കുന്ന 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള അപ്പനും അമ്മയും പറയുന്ന 3 വാക്കുകളുണ്ട്. എന്താണെന്നറിയാം? ശരിക്കുണ്ടില്ല, ശരിക്കുടുത്തില്ല, ശരിക്കുറങ്ങിയില്ല. ആരുടെയാ? എന്തുവാ? കുമ്പനാട്ടുകാരുടെ കാര്യമല്ല, പിന്നെ എൻ്റെ കാര്യം ഇനി പറയാം. ശരിക്കുണ്ടില്ല, ശരിക്കുടുത്തില്ല, ശരിക്കുറങ്ങിയില്ല. ഇപ്പം ചിന്തിക്കുന്നത് എന്തുവാ? കേട്ടില്ല? ചുരുട നന്നായി കഴിച്ചെങ്കിൽ കൊള്ളാം. പിന്നെ കാഞ്ചീപുരം 3-4 ഇപ്പം വീട്ടിൽ ഇരിപ്പുണ്ട്. ഉടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പിന്നു കുത്താൻ വയ്യ, കൈ പൊങ്ങിയിട്ട് വേണ്ടേ. ഉടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പിന്നു കുത്താൻ വയ്യ. അതിന് മരുമോൾ വീട്ടിലില്ലല്ലോ. പിന്നെ സുമതിയാ ഉള്ളത്, അവള് ഞായറാഴ്ച വരത്തുമില്ല. മോൻ വന്നിട്ട് വാങ്ങിച്ചിട്ട് പോയത് ഡോക്ടർ മാട്രസ്സാണ്. ഡോക്ടർ മാട്രസ്. അതിന് 47 ഇഞ്ച് കനമാണ്, 47 ഇഞ്ച് കനം. പക്ഷേ
കാലിന് മസിൽ കയറ്റം കൂടുതലായതുകൊണ്ട് അതിൽ കിടന്നിട്ട് ഉറക്കമില്ല, ശരിക്കുണ്ടില്ല, ശരിക്കുടുത്തില്ല, ശരിക്കും ഉറങ്ങിയില്ല. ഓസ്ട്രേലിയയിൽ ഇരിക്കുന്ന മോൻ എന്താ പറയുന്നറിയാമോ? ഇനി പറയുന്ന വാക്കാ: സെൽഫ് സീക്കിംഗ്, സെൽഫ് പ്ലീസിംഗ്, സെൽഫ് സെൻറ്റേർഡ്, സെൽഫിഷ്നെസ് ആൻഡ് സെൽഫിസം. അത് യൂത്ത് ലീഗുകാർക്ക് വേണ്ടി പറഞ്ഞതാണ്, പരിഭാഷപ്പെടുത്തുന്നില്ല ഞാൻ. എന്തുവാ? ഒന്നുകൂടെ പറഞ്ഞേക്കാം. സെൽഫ് സീക്കിംഗ്, സ്വയത്തെ അന്വേഷിക്കുക. സെൽഫ് പ്ലീസിംഗ്, സ്വയത്തെ സുഖിപ്പിക്കുക. സ്വാർത്ഥരായിരിക്കുക, തന്നിഷ്ടം നടപ്പിലാക്കുക. പിന്നെ സെൽഫിസം. എന്തുവാ? അതാ ഏറ്റവും അടുത്ത സമയത്ത് എൻ്റെ കൈ കിട്ടിയൊരു പുതിയ വാക്കാ, സെൽഫിസം. അതെവിടെ നിന്ന് കിട്ടിയാണെന്നറിയാം? അതൊരു ഉദാഹരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല, എന്നാലും ഒരു വാക്ക്. ഒരു ബുള്ളറ്റ് ബൈക്ക് വാങ്ങിക്കാൻ പോയപ്പോൾ അവിടെ കിട്ടിയ ബ്രോഷറിൻ്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്ന വാചകമായത്. ബുള്ളറ്റിൻ്റെ ഒരു പടവും മുകളിൽ ഒരു വാക്ക്, സെൽഫിസം. ഇംഗ്ലീഷ് വലിയ പിടുത്തമല്ല, ഞാൻ മലയാളംകാരനാണ്. പതിയെ പോക്കറ്റ് വെച്ച് വീട്ടിലെ ഡിക്ഷണറി വന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഡിക്ഷണറി നോക്കുന്നതിന് മുമ്പേ ബുള്ളറ്റിൻ്റെ പടം ശ്രദ്ധിച്ചപ്പോൾ പിടികിട്ടി ഈ വാക്കിൻ്റെ അർത്ഥം എന്താണ്. എന്താണ് അർത്ഥം എന്നറിയാമോ? ആ ബുള്ളറ്റിലൂടെ നോക്കിയപ്പോൾ വില അപ്പുറത്തെ പേര് എഴുതിയിട്ടുണ്ട്, 2,10,000 രൂപ. സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായേ, അതിൻ്റെ സീറ്റിന് 10 പൈസയുടെ അത്രയും വലിപ്പമേ ഉള്ളൂ. 10 പൈസയുടെ അത്രയും. അപ്പം ഞാൻ വിചാരിച്ചു, ഇയാൾ കല്യാണം കഴിച്ചാൽ ഇത്രയും വിലയുള്ളൊരു വണ്ടി വാങ്ങിച്ചിട്ട് സുസു ആരാ മരുമോടെ പേരാ, സുസുവിനെ എങ്ങനെ കൊണ്ടുപോകും എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോഴെനിക്ക് ഉത്തരം കിട്ടി, സുസു ചമ്പക്കര ബസ്സിനകത്ത് പുറകെ വരും, ഇതിനകത്ത് കയറാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതിൻ്റെ പേരാണ് സെൽഫിസം. ഫൈറ്റ് ഫോർ ദ ഫാമിലി. കുടുംബത്തിന് വേണ്ടി യുദ്ധം ചെയ്യേണ്ട ഒരു കാലമാണിത്. ഞാൻ അവസാനിപ്പിക്കേണ്ട സമയത്തിലേക്ക് തിരികെ വരികയാണ്. എന്നോട് ചേർന്ന് നിൽക്കണം നിങ്ങൾ 2 മിനിറ്റ് കൂടെ. 3-ാമത്തെ വാക്ക്, സ്റ്റാൻഡ് ഇൻ ദ ഗ്യാപ്സ്. ഫൈറ്റ് ഫോർ ദ ഫാമിലി. സ്റ്റാൻഡ് ഇൻ ദ ഗ്യാപ്സ്. വിള്ളലുകളിൽ നിൽക്കുവാൻ ആളുകളെ ആവശ്യമുണ്ട്. ഇടിവിൽ നിൽക്കുവാൻ ആളുകളെ ആവശ്യമുണ്ട്. സ്റ്റാൻഡ് ഇൻ ദ ഗ്യാപ്സ്. നെഹമ്യാ വിളിക്കുകയാണ്, സ്റ്റാൻഡ് ഇൻ ദ ഗ്യാപ്സ്. ആളുകൾ എന്തുകൊണ്ടാണ് മതിൽ പണിക്ക് വരാൻ എൻ്റെ കാര്യം എന്നറിയാവും? 2 വാക്കൂടെ ഓർപ്പിച്ച് നിർത്താം. അവർ പറഞ്ഞ പരാതി ഇതാ: റബിൾസ് ആൻഡ് റബ്ബിഷ്. എന്തുവാ? നോക്കിയപ്പോ എന്തുവാ? 2 കൂട്ടർ കണ്ടു. എന്തുവാ? റബിൾസ്. എന്തുവാ? വല്ലാതെ പാറക്കഷണങ്ങളും വല്ലതുമൊക്കെ കൂനയായി കിടക്കുകയാണ്. ഇതിൽ നിന്ന് കല്ല് പെറുക്കി പണയാൻ പറ്റത്തില്ല. 2 റബ്ബിഷ്. എന്താ വാക്കിൻ്റെയൊക്കെ അർത്ഥം നിങ്ങൾക്കറിയാം. കുന്നുകൂടിയ പാഴ്വസ്തുക്കൾ മതിലുപണിക്ക് തടസ്സമാണ്. ഇനി അല്പം വേദനയോടെ 3-4 വാക്കുകൾ ഞാൻ പറയട്ടെ. മാർത്തോമാക്കാരെ, വൃത്തിയാക്കാൻ കഴിയാത്ത, അന്തസ്സില്ലാത്ത റബ്ബിഷ് ആൻഡ് റബിൾസ് കൊണ്ട് മാർത്തോമാക്കാരൻ്റെ വീടിൻ്റെ അകം നിറയുന്ന കാലമാണിത്. ഇതുപോലെ വീടിൻ്റെ അകം അഴുക്കായ ഒരു കാലം ഒരു കാലത്തും അന്തസ്സില്ലാത്ത ശീലങ്ങൾ,
അന്തസ്സില്ലാത്ത മനോഭാവങ്ങൾ, അന്തസ്സില്ലാത്ത പെരുമാറ്റങ്ങൾ. ഇനി വേദനിപ്പിക്കുന്നൊരു വാചകം പറയാം, അതിനകത്തെല്ലാം ഉണ്ട്. ദൈവസന്നിധിയിലേക്കും ദൈവമുഖത്തേക്കും നോക്കാൻ കഴിയാത്ത ഭോഗക്കാഴ്ചകൾ വീടിൻ്റെ ഉള്ളിൽ. ദൈവസന്നിധിയിലേക്കും ദൈവമുഖത്തേക്കും നോക്കാൻ കഴിയാത്ത ഭോഗക്കാഴ്ചകൾ വീടിനെ തകർക്കുന്നു. മാർത്തോമകാര, നിന്റെ ഭവനം രക്ഷപ്പെടണമെങ്കിൽ ടേക്ക് ഔട്ട് ദ റബിൾസ് ആൻഡ് ദ റബ്ബിഷ്. വീടിൻ്റെ അകത്ത് വല്ലാതെ വൃത്തികേടാക്കി കളഞ്ഞ വൃത്തികെട്ട കൂമ്പാരങ്ങളെ വൃത്തിയാക്കാൻ ഈ ആരാധന നിന്നെ ക്ഷണിക്കുകയാണ്. ഒരു വാക്കൂടെ, ഇത് കണ്ട് വീട്ടിൽ നിന്ന് ഒരുപാട് പേർ വിട വാങ്ങുകയാണ്. ഏത് കണ്ട്? വൃത്തികേടാക്കിയ വീടിൻ്റെ അകത്തു നിന്ന് ഒരുപാട് പേർ വിട വാങ്ങുകയാണ്. ഫൈറ്റ് ഫോർ ദ ഫാമിലി. കുടുംബത്തിനായി യുദ്ധം ചെയ്യണം. നമുക്ക് അവസാനിപ്പിക്കാം. ഒരു മറുപടിയുള്ളൂ നെഹമ്യാവിന്. ദ ലോർഡ് ഈസ് വിത്ത് യു. ദൈവം നിന്നോട് കൂടെ. ഈ കൺവെൻഷൻ സമാപിക്കുമ്പോൾ എനിക്ക് അടിവരയിടുവാനുള്ള വാക്ക് അവിടെയാണ്. ദ ലോർഡ് ഈസ് വിത്ത് യു. ദൈവം വന്നാൽ എന്ത് സംഭവിക്കും? വിള്ളലുകൾ വീണുപോയ വീടുകൾ, കൽക്കൂമ്പാരമായി തീർന്ന വീടുകൾ, ഒരിക്കലും പണിതുയർത്താൻ കഴിയാത്ത വീടുകൾ, ഉപേക്ഷിക്കാൻ ഒരുങ്ങുന്ന വീടുകൾ. ഞാൻ ഉറക്കെ പറയട്ടെ, ആ വീടിനെ അന്വേഷിച്ച് ഒരു ദൈവം തമ്പുരാൻ വരുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, എൻ്റെ യജമാനൻ വരുന്നു. എന്തിനാണെന്നറിയാമോ? നിൻ്റെ വീടിനെ. മാർത്തോമക്കാരെ, ചില വിള്ളലുകൾ വീണ വീടില്ലേ? ഉപേക്ഷിക്കാൻ ഒരുക്കി നിൽക്കുന്ന വീട്ടുകാർ ഇവിടെ ഇരിപ്പില്ലേ? ഒരിക്കലും പണിതുയർത്താൻ കഴിയില്ലെന്ന് തോന്നുന്നവരില്ലേ? കൽക്കൂമ്പാരങ്ങളെ കണ്ട് ഭയപ്പെടുന്നവരില്ലേ? ഫൈറ്റ് ഫോർ ദ ഫാമിലി. അരുമനാഥൻ വരികയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. അവസാനത്തെ ഒരു കൊച്ചുവാക്ക്. എൻ്റെ അരികിൽ വന്ന ഒരു വലിയ മനുഷ്യൻ എന്നോട് പറഞ്ഞൊരു വാചകമാണിത്. അച്ഛാ, ഒരു വീടൊക്കെ പണിത് കൂതാശ ചെയ്തു. 9 മാസം താമസിച്ചു. പക്ഷെ പെട്ടെന്ന് ഞാൻ മറ്റൊരു വീട്ടിലേക്ക് മാറി. ഭാര്യയും 2 കുഞ്ഞുങ്ങളും മറ്റൊരു വീട്ടിലേക്ക്. അദ്ദേഹം എൻ്റെ മുമ്പിൽ പറഞ്ഞ വാക്കാണ്, പുതിയ വീട്ടിൽ താമസിക്കാനുള്ള വിധിയില്ല, ഡെസ്റ്റിനി ഇങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞു. 1.5 മണിക്കൂർ സംസാരിച്ചപ്പോൾ ഞാൻ ആ മനുഷ്യനെ മനസ്സിലാക്കി. ഭാര്യ പറഞ്ഞു, വിധിയുടെ കുഴപ്പമല്ല, കയ്യിലിരിപ്പിൻ്റെ കുഴപ്പമാണെന്ന്. സംസാരം തുടരുമ്പോൾ ഭാര്യ പറഞ്ഞ 2 വാക്കുകൾ കേട്ട് നമുക്ക് ഈ ധ്യാനം പൂർത്തീകരിക്കാം. ഫാദറെ, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഈ കൗൺസിലിങ്ങിനായി പുറപ്പെടുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 11:08 എന്ന 2 കുഞ്ഞുങ്ങൾ ഓടി എൻ്റെ അരികിൽ വന്നു. മമ്മി, വെയിറ്റ്. രണ്ടുപേരും ഒരേ ശബ്ദത്തിൽ പറഞ്ഞു, പ്ലീസ് ബ്രിങ് ഡാഡി ബാക്ക് ഹോം. മമ്മിയെ പോയിട്ട് വരുമ്പം ഡാഡിയെ വീട്ടിൽ തിരികെ കൊണ്ടുവരണേ. ആ വീടിനെക്കുറിച്ചൊരു സ്തോത്രം പറഞ്ഞു നിർത്താം. 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ആ മനുഷ്യനോട് ഇങ്ങനെ പറഞ്ഞു, സാറേ,
വീട്ടിൽ വിധിയല്ല, വിളിയാണ്. നിന്നെയും നിന്റെ വീടിനെയും ദൈവം വിളിച്ചിരിക്കുകയാണ്. There is a call. എന്തിനാണെന്നറിയാവോ? നിന്റെ കുഞ്ഞിൻ്റെ ഒരു ശബ്ദം നീ കേൾക്കുന്നില്ലേ? 8 വയസ്സുകാരനും 11 വയസ്സുകാരനും വീടിൻ്റെ കൽക്കൂമ്പാരങ്ങളിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുക, പ്ലീസ് ബ്രിങ് ഡാഡ്. അമ്മേ, ഡാഡിയെ കൊണ്ടുവരണേ. ഈ ആരാധനയിൽ ഈ ശബ്ദം കേൾക്കുന്നവരാരെങ്കിലും വിള്ളലുകൾ പോയ വീണ വീടുകളിൽ, കൽക്കൂമ്പാരങ്ങളായി തീർന്ന വീടുകളിൽ, റബ്ബിഷ് വൃത്തികെട്ട വസ്തുക്കളെ കൊണ്ട് വീട് അലങ്കോലപ്പെട്ട വീടുകളിൽ ഒരരുമനാഥൻ വരുന്നു. എല്ലാവരും ഒരു സെക്കൻഡ് ഒന്ന് നേരെ ഇരിക്കുക. ഒന്ന് നേരെ ഇരുന്നേ. മൂന്ന് കൊച്ചു ധ്യാനവാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. ശുദ്ധീകരണത്തിൻ്റെ നാഥൻ നടുവിലുണ്ട്. വീടിൻ്റെ മുറിവുകളെ ഉണക്കുന്ന നാഥൻ കൂടെയുണ്ട്. ശത്രു വരുന്ന വഴിയിൽ നിൽക്കുവാൻ ഒരജമാനനുണ്ട്. ഉറങ്ങാതെ നിൽക്കുവാൻ ഒരു കർത്താവ് കൂടെ ഉണ്ട്. ഒരു ഭദ്രാസനം മുഴുവൻ ദൈവശബ്ദം കേട്ട് മടങ്ങുമ്പോൾ ഈ കൊച്ചു ശബ്ദം നമ്മുടെ നാവുകളിലിരിക്കട്ടെ. ഫൈറ്റ് ഫോർ യുവർ ഫാമിലി. സ്റ്റോപ്പ് ഫൈറ്റിംഗ് വിതിൻ ദ ഫാമിലി. വീടിൻ്റെ ഉള്ളിലെ പോരാട്ടങ്ങളെ അവസാനിപ്പിച്ച് വീടിന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ, പോരാടുവാൻ ഒരുങ്ങുക. 3 കൊച്ചു വാക്കുകൾ. ഉടമ്പടികൾക്ക് വേണ്ടി പോരാടുക, പരീക്ഷകൾക്ക് നേരെ പോരാടുക, വീടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പോരാടുക. ഒരു സെക്കൻഡ് സമയം എനിക്കൊരു വാക്ക് പ്രാർത്ഥിക്കാൻ. എല്ലാവരും ഒന്ന് നേരെ ഇരിക്കണം. ഒരു സെക്കൻഡ് ഒന്ന് കണ്ണടയ്ക്കണം പ്ലീസ്. നമ്മുടെ വീടുകൾക്ക് വേണ്ടി ഒരു വാക്കൊരു സ്തോത്രം പറയാനാണ്. ഏറ്റവും പുറകിലിരിക്കുന്ന ഈ ശബ്ദം കേട്ട എല്ലാവരും അവരുടെ വീടുകളെ ഓർത്തൊരു നന്ദി പറയാം. യേശുവേ, വളരെ വളരെ ഒരുക്കത്തോടെ ഒരു കൺവെൻഷൻ ഞങ്ങൾ സമാപിക്കുകയാണ്. ഇത് അലസതയിലേക്ക് മടങ്ങാനുള്ള ദിവസമല്ല. ഫൈറ്റ് ഫോർ ദ ഫാമിലി. ഞങ്ങളുടെ വീടുകൾക്ക് വേണ്ടി പൊരുതുവാൻ ഈ പകലിൽ ഒരഭിഷേകത്തിനായി കർത്താവ് നമ്മളെ ഒരുക്കുന്നു. ദൈവവൈതലേ, എവിടെ ഉടമ്പടി സമർപ്പണം നിൽക്കുന്നുവോ അവിടെ കൃപയുണ്ട്. എവിടെ വചനാനുസരണം ജീവിക്കുന്നുവോ അവിടെ വാഗ്ദത്തമുണ്ട്. എവിടെ തലകുനിച്ച് നിൽക്കുന്നവരുണ്ടോ അവിടെ അരുമനാഥൻ വലങ്കരമുയർത്തുന്നുണ്ട്. ദൈവവൈതലേ, എല്ലാവരും ഒരു സെക്കൻഡ് സമയം കൈയൊന്ന് കൂപ്പിയിരിക്കാമോ? ഒരു സെക്കൻഡ് സമയം കൈയൊന്ന് കൂപ്പിയിരിക്കുക. കൈകളെ രണ്ടുമൊന്ന് കൂപ്പിയാട്ടെ. നമ്മൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോവാം. ആരും ഇതിൽ സഹകരിക്കാതിരിക്കരുത്. ഏറ്റവും പുറകിലിരിക്കുന്നവർ വരെ ഒരു സെക്കൻഡ് സമയം എല്ലാവരും ഉച്ചത്തിൽ അവരുടെ വീടുകളെ ഓർത്തൊരു നന്ദി പറഞ്ഞാട്ടെ, ഒരു സ്തോത്രം പറഞ്ഞാട്ടെ, ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ കർത്താവിന് വേണ്ടി. എൻ്റെ യേശുവേ, എൻ്റെ വീടുകൾ ഒരു യുദ്ധത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. തോറ്റുപോകാതെ ഞങ്ങളെ സൂക്ഷിച്ചവനെ, വീണുപോകാതെ ഞങ്ങളെ കരുതിയവനെ, പട്ടുപോകാതെ ഞങ്ങളെ തിരികെ എടുത്ത കർത്താവേ, കഴിഞ്ഞ 11 ദിനങ്ങൾ ദൈവകൃപയോടെ ഞങ്ങൾക്ക് വീണ്ടും നിൽക്കാൻ അനുവാദം നൽകിയല്ലോ കർത്താവേ. ഇടത്തും വലത്തും കൽക്കൂമ്പാരങ്ങളും കൽക്കൂനകളും കൂടുന്ന കാലങ്ങളിൽ കർത്താവേ, ഞങ്ങളുടെ വീടുകളെ സാക്ഷ്യത്തിനായി നിർത്തിയതിനായി 1000 നന്ദി പറയുന്നു. യേശുവേ, ഞങ്ങളുടെ വീടുകളെ നീ ഉപേക്ഷിച്ച് കളയല്ലേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പരീക്ഷകൾ നീ തനിയെ വിട്ട് കളയല്ലേ. അവർക്ക് ആയുധങ്ങൾ നഷ്ടപ്പെട്ടു പോയതിൻ്റെ പുതിയ ആയുധങ്ങളുമായി നീ മടങ്ങി വരണമേ കർത്താവേ. ഞങ്ങളുടെ വീടുകൾ ഒരു വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കുന്ന വീടുകളായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ. ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും അവരവരുടെ ഭവനത്തിന് നടുവിലിരിക്കുന്നെങ്കിൽ
ഞാൻ ഉറക്കെ പറയട്ടെ, നിൻ്റെ വീടിനൊരു വീണ്ടെടുപ്പുകാരനുണ്ട് ഈ പകൽക്കാലം. അവൻ നിന്നെ തേടി വരുന്നു. ഒരു വാക്ക് നീ പറയുമോ? എൻ്റെ വീടിൻ്റെ അകത്തളങ്ങളെ നീ ഒന്ന് ശുദ്ധീകരിച്ചാട്ട് കർത്താവേ. യേശുവേ, എൻ്റെ വീട്ടിലെ കൽക്കൂമ്പാരങ്ങളെ നീ ഒന്ന് മാറ്റിത്തരണേ കർത്താവേ. എൻ്റെ വീട്ടിലെ വൃത്തികെട്ട ശീലങ്ങളെ നീ ഒന്ന് ശുദ്ധീകരിച്ചു തരണേ കർത്താവേ. എൻ്റെ വീടിൻ്റെ ഒരു വീണ്ടെടുപ്പിന് വേണ്ടി നീ ഒന്ന് ഒരുങ്ങി വരണം കർത്താവേ. ചിലർ 2 തുള്ളി കണ്ണുനീര് കൊണ്ട് ഈ ആലയത്തിൽ വചനത്തെ ഏറ്റെടുക്കുന്നതിനായി ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, കൈകൂപ്പിയിരിക്കുന്നവരെ ആരെയും എൻ്റെ കർത്താവ് ഉപേക്ഷിച്ച് കളയുന്നില്ല. ഹല്ലേലൂയ. കർത്താവേ, ഈ കൊച്ചു സഭയെ നീ ഉപേക്ഷിച്ച് കളയല്ലേ. ഞങ്ങളുടെ കൊച്ചു ഭവനങ്ങളെ നീ ഉപേക്ഷിച്ച് കളയല്ലേ. ഇടറിപ്പോയവരാരെങ്കിലും ഈ ആരാധനയെ സംബന്ധിക്കുന്നവരുണ്ടെങ്കിൽ നീ ഇവരെ കൈവിടല്ലേ കർത്താവേ. അവരുടെ മടക്കയാത്രകളെല്ലാം അനുഗ്രഹത്തിന് മുഖാന്തരമാകണമേ. നീ ഞങ്ങളോട് സംസാരിച്ചു കർത്താവേ. നീ ഞങ്ങളുടെ നടുവിൽ വരാമെന്ന് പറഞ്ഞു. ഞങ്ങളൊരു യുദ്ധത്തിനായി ഒരുങ്ങുകയാണ്. തനിയെ ഇത് പൂർത്തീകരിപ്പാൻ കഴിവില്ല. നീ കൂടെയുണ്ട്, നീ കൂടെയുണ്ട്, നീ മാത്രം കൂടെയുണ്ട്. ഒരു വീണ്ടെടുക്കപ്പെട്ട വീടുമായി യജമാനനെ കാണാൻ വരാൻ ഞങ്ങൾ ഒരുങ്ങുന്നു. ഞങ്ങളുടെ സഭ ഒരുങ്ങുന്നു, ഞങ്ങളുടെ കുടുംബങ്ങൾ ഒരുങ്ങുന്നു. എല്ലാവരെയും ഒരു സ്ലീബയുടെ മുദ്ര കൊണ്ട് അനുഗ്രഹിച്ച് മടക്കി അയക്കണം. മാനവും മഹത്വവും സ്തോത്രവും കർത്താവിന് മശിഹാ നിമിത്തം പ്രാർത്ഥിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ.